ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഔസേ. ഐഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ചെറിയൊരു ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാർക്കും അറിയാം, 80% ആൾക്കാർക്കും അറിയാം. അറിയില്ലാത്ത ചെറിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. നമ്മൾ അതിൻ്റെ വീഡിയോ പ്ലെയർ എന്നാണ് ആ ആപ്ലിക്കേഷൻ്റെ പേര്. അതിനായി നമ്മൾ ആദ്യം ആപ്പ് സ്റ്റോറിൽ നമ്മൾ സെർച്ച് ചെയ്യുക. വീഡിയോ പ്ലെയർ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വീഡിയോ ഡൗൺലോഡ് എന്ന് സെർച്ച് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് സ്ക്രോൾ ചെയ്താൽ കാണാൻ സാധിക്കും വീഡിയോ ഡൗൺലോഡ് മ്യൂസിക് വീഡിയോ പ്ലേ എന്നുള്ളത് കാണിക്കാൻ സാധിക്കും. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് ഞാനിതിപ്പോൾ ഓപ്പൺ ആക്കുന്നു. അപ്പോൾ നമ്മൾ എന്നിട്ട് ഡൗൺലോഡ് പൂർത്തിയായതിനു ശേഷം നമുക്ക് നമ്മുടെ ഫേസ്ബുക്കിൽ നിന്ന് നമുക്കൊരു വീഡിയോ നമ്മളതിനായി ആദ്യം ചെയ്യേണ്ടത് ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ സെലക്ട് ചെയ്യുകയാണ്. നമ്മളിങ്ങനെ ഇതിൽ കാണിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഒരു ആരോ മാർക്കിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ കോപ്പി ലിങ്ക് എന്ന് ഈ താഴത്ത് കാണുന്നതിൽ നമ്മൾ കോപ്പി ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ പോവുക. ആപ്ലിക്കേഷനിൽ നമ്മൾ ബ്രൗസർ എന്ന് കാണുന്ന ഈ ലിങ്കിൽ നമ്മൾ ബ്രൗസ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഇവിടെ ഫുള്ളും അത് ക്യാൻസൽ ചെയ്ത് ഫ്രീ ആക്കി കൊടുക്കുക. നമ്മൾ സെർച്ച് ബാറിൽ നമ്മളിവിടെ പതുക്കെ പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ പേസ്റ്റ് ചെയ്യുക. നമ്മൾ അവിടുന്ന് ഫേസ്ബുക്കിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത വീഡിയോ നമ്മളിപ്പോൾ ഇവിടെ പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഡൗൺലോഡിങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മളിവിടെ ഈ വീഡിയോ ഡൗൺലോഡിങ് ആയി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ സേവ് വീഡിയോ എന്നുള്ളതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ സേവ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഓൾറെഡി വീഡിയോ നമ്മൾ അവിടെ ഡൗൺലോഡിങ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അത് ഡൗൺലോഡിങ് പൂർത്തിയായതിനു ശേഷം നമ്മൾ ഇവിടെ ഈ വീഡിയോയുടെ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നേരത്തെ ഫേസ്ബുക്കിൽ നിന്നെടുത്ത ആ വീഡിയോ ഇവിടെ ഓൾറെഡി ഡൗൺലോഡ് പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് നമ്മുടെ ക്യാമറ റോളിലേക്ക് നമുക്ക് മാറ്റണമെങ്കിൽ, സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ പ്രസ് ചെയ്യുക. സേവ് ടു ക്യാമറ റോൾ എന്ന് നമുക്ക് കാണുന്നിടത്ത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി നമ്മുടെ ക്യാമറ റോളിൽ സേവ് ആയി കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത ആ ഒരു വീഡിയോ ആണിപ്പോൾ, ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത വീഡിയോ ആണിപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ നിന്നും നമുക്ക് HD ക്ലാരിറ്റിയിൽ നല്ല വീഡിയോസ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതിനായി സെയിം മെത്തേഡ് തന്നെയാണ് ഇതിൽ ബ്രൗസറിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഫ്രീ ആക്കി കൊടുക്കുക. എന്നിട്ട് youtube.com എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തിന് കഴിഞ്ഞാൽ ഓൾറെഡി യൂട്യൂബിലേക്ക് നമുക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് ആവശ്യമുള്ള വീഡിയോസ് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്ത്, സാധാരണ നമ്മൾ യൂട്യൂബിൽ നിന്ന് നമ്മൾ എടുക്കുന്ന പോലെ തന്നെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും.
സേവ് ടു മെമ്മറി എന്നുള്ളതിൽ നമ്മൾ പ്രസ് ചെയ്യുക. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ഇവിടെ ബാംഗ്ലൂർ ഡേയ്സ് എന്നുള്ള ഏത് കരി രാവിലും എന്നുള്ള സോങ് ഞാനിപ്പോൾ ഇവിടെ ഡൗൺലോഡ് ചെയ്തത് ഇവിടെ ഡൗൺലോഡ് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നല്ലൊരു ഉപകാരപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് മിക്കവർക്കും അറിയാവുന്നതാണ്, എന്നാലും അറിയില്ലാത്തവർക്ക് വേണ്ടി നല്ല ക്ലാരിറ്റിയോടുകൂടി തന്നെ നമുക്കിത് കിട്ടുന്നതാണ്. നമ്മൾ ഫേസ്ബുക്കിൽ നിന്ന്, ഐഫോണിൽ നിന്ന് അങ്ങനെ റെയറായിട്ടാണ് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനിലൊക്കെ കിട്ടാറുള്ളത്. അത് മിക്കവർക്കും അറിയില്ലാത്തവരുണ്ട്. അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനത് പറഞ്ഞു തന്നെന്ന് മാത്രം. ഇത് നല്ല ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്കത് ക്യാമറ റോളിലേക്ക് നമുക്ക് മാറ്റി നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു ചെറിയൊരു അറിവാണ്. ഐഫോണിലുള്ളവർക്ക് വലിയ ഉപകാരപ്രദമായിട്ടുള്ള ഒരു നല്ലൊരു അറിവാണ്. നിങ്ങളിത് ഈ വീഡിയോ ഷെയർ ചെയ്യുക, അറിയില്ലാത്തവർക്ക് ഉപകരിക്കട്ടെ. നിങ്ങൾ ലൈക്കൊന്നുമല്ല നമുക്ക് പ്രാധാന്യം, ഷെയർ ചെയ്ത് മറ്റുള്ളവർ കണ്ട് അവർക്കറിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഐഫോണുള്ളവർ ഉപയോഗിക്കുന്നവരുണ്ടാവും, അവർക്ക് ചിലപ്പോൾ അറിയില്ലാത്തവരുണ്ടാവും. ഇങ്ങനെ ഫേസ്ബുക്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ മിക്കവരും അങ്ങനെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാനങ്ങനെ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടത്. അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്കത് പകർന്നു കൊടുക്കാൻ വേണ്ടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതിപ്പോൾ ഓൾറെഡി ഇവിടെ ഡൗൺലോഡിങ് പൂർത്തിയായി കഴിഞ്ഞു. അനാവശ്യമായ കുറേ പരസ്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. നമ്മളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് പോകും. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂട്യൂബിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഈ പാട്ട് നമുക്കത് നേരെ ക്യാമറ റോളിലേക്ക് നമുക്ക് സേവ് ചെയ്യാം. സേവ് ടു ക്യാമറ റോൾ എന്നുള്ള ഇതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി അത് ക്യാമറ റോളിലേക്ക് സേവ് ആയി കഴിഞ്ഞു. ഓക്കെ, നിങ്ങളിത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക. ചെറിയൊരു അറിവാണ്, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഓക്കെ, താങ്ക് യു.